എല്ലാവർക്കും ഐസക് എന്ന ചാനലിലേക്ക് സ്നേഹപൂർവ്വമായി സ്വാഗതം. ഈ ചാനൽ പുതിയതായി കാണുന്നവർക്കും തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളാണ് ഇതിലൂടെ നൽകുന്നത്. പി എസ് സിയിൽ പരീക്ഷ പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഉൾപ്പെടെ സ്കൂൾ ലെവൽ കോമ്പറ്റീഷനുകളിൽ വരുന്ന ശാസ്ത്രമേള, സാമൂഹിക ശാസ്ത്രമേള, സയൻസ് മേള തുടങ്ങി കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നവർക്കും LSS USS പരീക്ഷകളിൽ പങ്കെടുക്കാൻ തയ്യാറാകുന്ന കുട്ടികൾക്കും തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ക്ലാസ്സുകൾ ഈ ചാനലിൽ നൽകുന്നുണ്ട്. കൂടാതെ സ്കൂൾ ലെവലിൽ സംഘടിപ്പിക്കുന്ന സ്പെഷ്യൽ ഡേ ക്വിസ് പ്രോഗ്രാമുകളും നമ്മൾ ഈ ചാനലിലൂടെ നൽകുന്നുണ്ട്. ഇവയെ കൂടാതെ സെറ്റ്, നെറ്റ്, എക്കണോമിക്സിന്റെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ടുള്ള ടോപ്പിക് വൈസ് ക്ലാസ്സുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ഐസക് എന്ന ഫാമിലിയിലൂടെ നൽകി വരുന്നു. പുതിയതായിട്ട് കാണുന്നവർ ഈ വിശദമായിട്ട് ക്ലാസ് കാണുകയും നിങ്ങൾ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. കൂടാതെ ക്ലാസ്സുകൾ വേണ്ടിയുള്ള കമന്റുകളും ക്ലാസ്സുകളെ കുറിച്ചുള്ള കമന്റുകളും രേഖപ്പെടുത്തുക. കൂടാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ സെറ്റിന്റെ വിജ്ഞാപനം ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി സെറ്റ് എക്കണോമിക്സിന്റെ ടോപ്പിക് വൈസ് ക്ലാസ്സുകളും കൂടാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുകളും ഉള്ള ക്ലാസ്സുകൾ ഇനി നിങ്ങൾക്ക് നൽകുന്നുണ്ട്. കൂടാതെ ജനറൽ പേപ്പർ, അതായത് സെറ്റ് എക്സാമിനേഷൻസിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കുമായിട്ടുള്ള ജനറൽ പേപ്പറും ഈ ക്ലാസ്സിലൂടെ നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സെറ്റ് ഇക്കണോമിക്സിന്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരെയും ഈശ്വര പ്രാർത്ഥനയോടെ ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് കണ്ടിന്യൂസ് substitutability of capital and labor is shown by. Question number 1. Continuous substitutability of capital and labor is shown by what? Smooth answer endana? Smooth convex isoquant. Continuous substitutability is smooth convex isoquant. Limited substitutability tinged isoquant. നിങ്ങളിത് പഠിച്ചിരിക്കണം. പെർഫെക്റ്റ് ആണെങ്കിൽ ലീനിയർ ഐസോക്വാണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ഈസ് കോൺവെക്സ് ഐസോക്വാണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ് വാസ് പുട്ട് ഫോർവേഡ് ബൈ. ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ് വാസ് പുട്ട് ഫോർവേഡ് ബൈ വാസിലി ലിയോൺടിഫ്. ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ് വാസ് പുട്ട് ഫോർവേഡ് ബൈ വാസിലി ലിയോൺടിഫ്. ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസിനെ കുറിച്ച് ക്ലാസ് ഈ ചാനലിലൂടെ നൽകിയിട്ടുണ്ട്. നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ്. കൂടാതെ ലീനിയർ പ്രോഗ്രാമിംഗ് ഉള്ള മൈക്രോ എക്കണോമിക്സിന്റെ ടോപ്പിക്കുകൾ ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ട്. മൈക്രോ എക്കണോമിക്സിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ, കൺസംഷൻ ഫംഗ്ഷൻ എല്ലാം കാണുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 3. ഇഫ് ദ ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ 1, the commodity is. If the income elasticity of demand is greater than 1, the commodity is luxury. Answer endana? Luxury. If the income elasticity of demand is greater than 1, the commodity is what? Luxury. Next one, question number 4. Cross elasticity of complementary good is negative. Cross elasticity of complementary good is what? Negative. Next one, question number 5. Slope of the total product measures. Slope of the total product measures marginal product. Slope of the total product measures marginal product. Next one, question number 6. The short run average variable cost has a flat structure which reflects the fact that the firms build into the plants some dash which allows the flexibility in their operations. The short run average variable cost has a flat structure which reflects the fact that the firms build into their plants some dash which allows the flexibility in their operations. എന്താണ് ഷോർട്ട് റൺ ആവറേജ് വേരിയബിൾ കോസ്റ്റ് പ്ലാന്റ് സ്ട്രക്ചർ ആയിരിക്കുന്നത് ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? ഈസ് റിസർവ് കപ്പാസിറ്റി. മോഡേൺ തിയറി ഓഫ് കോസ്റ്റ് നമ്മൾ പഠിക്കുന്നതാണ്. ഈസ് റിസർവ് കപ്പാസിറ്റി. നെക്സ്റ്റ് വൺ. The demand curve becomes marginal revenue curve of the monopolist under. The demand curve becomes marginal revenue curve of the monopolist under what? First degree price discriminations. The demand curve becomes the marginal revenue curve of the monopolist under first degree price discrimination. Question number 8. The
theory of monopolistic competition is authored by Chamberlain. The theory of monopolistic competition is authored by Chamberlain. Next one, question number 9. The upper section of the king demand has a dash price elasticity than the lower part. Higher. The upper part of the king demand curve, it is higher price elasticity of demand. Next one, question number 10. All of the following are true about the monopolist except options ഒക്കെ വായിക്കാട്ടോ. All of the following are true about the monopolist except option A, average and marginal revenue are not same. Marginal revenue is greater than price. Marginal revenue is 0 if elasticity of demand is 0. Marginal revenue decreases with increase in output. What ഏതാണ് ശരിയല്ലാത്തത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ദാറ്റ് ഈസ് marginal revenue is greater than price is not true. Marginal revenue എന്ന് പറയുന്നത് it lies below the average revenue curve. Next one, question number 11. The learner's index is equals. The learner index is equals price minus MC divided by P. P minus MC divided by P. Learner index denoted by P minus MC divided by P. Next one, question number 12. The negative network externality in which a consumer wishes to own of the expensive or unique good, that effect. Negative externality is snob effect. Positive externality, bandwagon effect. Negative externality, snob effect. When? Next one, question number 13. When the price lines are parallel, it implies. When the price lines are parallel, it implies the same commodity prices but different amounts of money expenditure. The same commodity prices but different amounts of money expenditure. Question number 14. The prisoner's dilemma indicates illustrates. What indicates prisoner's dilemma? The answer is why an oligopoly market cooperation is difficult to achieve even when it is mutually beneficial. എന്താണ് why it is an oligopoly market cooperation is difficult to achieve even when it is mutually beneficial. Next one, question number 15. Which of the following is not true about the revealed preference curve? Which of the following is not true about revealed preference theory? Answer, it is not true എന്നാണ് പറയുന്നത്. It is based on cardinal measurement. It is based on cardinal measurement എന്നുള്ളതാണ് തെറ്റായ ഓപ്ഷൻ. Next one, when negative income effect is greater than substitution effect, it is what kind of good? Giffen good. Negative income effect is greater than substitution effect. That kind of good is known as Giffen good. Next one, which one of the following is necessary condition for barometric price leadership? Which one of the following is a necessary condition for barometric price leadership? That is, must have a good necessary condition. Must be a large firm, must have control over the large portion of the market, lower cost firm, and the option D എന്ന് പറയുന്നത് must have good knowledge about the prevailing market conditions. അപ്പോൾ ഏറ്റവും necessary condition എന്ന് പറയുന്നത് there will be very knowledge about the prevailing market conditions. Next one was the angel curve for given good is negatively sloped. The angel curve for given good is what? Negatively sloped. Next one, the locus of the general equilibrium points of exchange into individual to commodity economy is called consumption contract curve. The locus of the general equilibrium points of the exchange into individual to commodity model is consumption contract curve. Next one, by leading to higher nominal interest rate, inflation leads to lower money balances and hence people are required to go to banks. This frequently, this cost is termed as by leading a higher nominal interest rate. By leading a higher nominal interest rate, inflation leads to lower money balances
and hence people are required to go to banks frequently. This type of cost is known as shoe leather cost. This type of cost is known as shoe leather cost. Next one, macroeconomic impact of one firm's price adjustment on the demand for all the firm's product is called aggregate demand externality. Macroeconomic impact of one firm's adjustment on the demand for all other firms' product is called impact of one firm's price adjustment impact on the other firm's demand for product is known as aggregate demand externality. According to quantity theory of money equation, an increase in dash causes inflation. An increase in money supply causes an inflation. Question number 24. The horizontal parallel section of the Keynesian speculative demand for money indicates. Horizontal portion of the speculative demand for money indicates that monetary policy is ineffective. Monetary policy is ineffective. Question number 25. When an investment is negatively related to interest rate, equilibrium of output in goods market is. When investment is negatively related to interest rate, the equilibrium of the output of goods market is inversely related. Goods market relation എന്ന് പറയുന്നത് inversely related to interest rate ആയിരിക്കും. Next one, question number 26. The slope of the IS curve dash when investment spending becomes less than interest sensitive increases. The slope of the IS curve dash when investment spending becomes less interest sensitivity increases. It increases. Next one, question number 27. Occam's law states that output falls by 2.5% for each percentage point increase in dash unemployment. Occam's law എന്ന് പറയുന്നത് output falls, unemployment also increases. അതാണ് പറയുന്നത് increase in unemployment, not inflation. അതും ഓപ്ഷനിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓപ്ഷൻ ഇൻഫ്ലേഷൻ, പ്രൊഡക്ടിവിറ്റി, അൺഎംപ്ലോയ്മെന്റ്, ഇൻവെസ്റ്റ്മെന്റ് എല്ലാം എന്ന് പറയുന്നത് ഒക്കൺസ് ലോ എന്ന് പറയുന്നത് ഔട്ട്പുട്ടും അൺഎംപ്ലോയ്മെന്റും തമ്മിലുള്ള റിലേഷൻ ആണ്. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 28. A rapid and decisive reduction in growth rate of money supply. A rapid and decisive reduction in the growth rate of money supply aimed at reducing inflation rate. The rate of inflation is called. Then a rapid and decisive reduction in growth rate of money supply aimed at reducing the rate of inflation. It is called cold turkey. COLD, cold turkey. Next one, question number 29. The proposition that changes in government budget deficit caused by entirely changes in tax collections have no effect on economy. The proposition that changes in government budget deficit caused by changes in the tax collections have no effect on the economy. This is known as fiscal accommodation. This is known as fiscal accommodation. Next one, the tendency of inflation and nominal interest rate move together. It is called Fisher effect. Tendency of inflation and nominal interest rate move together. It is called Fisher interest rate. അപ്പോൾ നമ്മുടെ സെറ്റ് എക്കണോമിക്സിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ആദ്യത്തെ 30 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തത്. നമ്മൾ പാർട്ടായിട്ട് ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ക്ലാസ്സുകൾ കാണുകയാണെങ്കിൽ സെറ്റ് എക്സാമിനേഷൻസിന് തീർച്ചയായിട്ടും ഞാൻ 100% ഉറപ്പ് തരുന്നു വിജയിക്കാൻ കഴിയുമെന്ന്. അപ്പോൾ ഇനി നമുക്ക് സെറ്റ് എക്സാമിനേഷൻസിന് ആവശ്യമായിട്ട് എല്ലാവർക്കും ആവശ്യമായിട്ട് ജനറൽ പേപ്പറിൽ വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. GST കൗൺസിലിന്റെ ചെയർമാൻ ആര്? GST കൗൺസിൽ, ഇത് ജനറൽ പേപ്പറിലാട്ടോ. GST കൗൺസിലിന്റെ ചെയർമാൻ ആര്? കേന്ദ്ര ധനകാര്യമന്ത്രി. അപ്പോൾ നമ്മുടെ ധനകാര്യമന്ത്രി ആരാണ്? അപ്പോൾ GST കൗൺസിലിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് കേന്ദ്ര ധനകാര്യമന്ത്രിയാണ്. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ മഹാരത്ന കമ്പനികൾക്ക് ഉദാഹരണമല്ലാത്തത് ഏത്? ഇന്ത്യയിലെ മഹാരത്ന കമ്പനികൾക്ക് ഉദാഹരണമല്ലാത്തത് ഏത്? ONGC, NTPC, കോൾ ഇന്ത്യ ലിമിറ്റഡ് ആൻഡ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. അപ്പോൾ ഉദാഹരണമല്ലാത്തത് ഏതാണ്? കൊച്ചിൻ ഷിപ്പ്യാർഡ്. ജന്മി കുടിയാൻ വിളംബരം പാസ്സാക്കിയതെന്ന് 1867. ജന്മി കുടിയാൻ വിളംബരം പാസ്സാക്കിയതെന്ന് 1867. ക്ഷേത്രപ്രവേശന വിളംബര യാത്രയെ തീർത്ഥാടനം എന്ന് വിശേഷിപ്പിച്ചതാര്? ക്ഷേത്രപ്രവേശന വിളംബര യാത്രയെ തീർത്ഥാടനം എന്ന് വിശേഷിപ്പിച്ചതാര്?
മഹാത്മാഗാന്ധിജി. സർക്കാർ ഉടമസ്ഥതയിൽ കേരളത്തിൽ നിലവിൽ വന്ന രാജ്യത്തെ ആദ്യത്തെ ഓൺലൈൻ ടാക്സി സംവിധാനം. സർക്കാർ ഉടമസ്ഥതയിൽ കേരളത്തിൽ നിലവിൽ വന്ന രാജ്യത്തെ ആദ്യത്തെ ഓൺലൈൻ ടാക്സി സംവിധാനം കേരള സവാരി. കേരള സവാരി. നാൻസി പെലോസി അമേരിക്കൻ ഭരണ സംവിധാനത്തിൽ വഹിക്കുന്ന പദവി. നാൻസി പെലോസി അമേരിക്കൻ ഭരണ സംവിധാനത്തിൽ വഹിക്കുന്ന പദവി ജനപ്രതിനിധി സഭാ സ്പീക്കർ. ഏതാണ്? ജനപ്രതിനിധി സഭാ സ്പീക്കർ. നെക്സ്റ്റ് വൺ, ഒരു സർക്യൂട്ടിലെ ഏതെങ്കിലും കണക്ഷൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള ഉപകരണം മൾട്ടിമീറ്റർ. ഒരു സർക്യൂട്ടിലെ ഏതെങ്കിലും കണക്ഷൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള ഉപകരണമാണ് മൾട്ടിമീറ്റർ. ദൃശ്യപ്രകാശത്തെ ഉപയോഗപ്പെടുത്തിയുള്ള വയർലെസ് ടെക്നോളജി ലൈഫൈ. ദൃശ്യപ്രകാശത്തെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള വയർലെസ് ടെക്നോളജി ലൈഫൈ. ഓക്കെ. 99% ശുദ്ധമായ എത്തനോൾ അറിയപ്പെടുന്നത് അബ്സല്യൂട്ട് ആൽക്കഹോൾ. 99% ശുദ്ധമായ എത്തനോൾ അറിയപ്പെടുന്നത് അബ്സല്യൂട്ട് ആൽക്കഹോൾ. ഭവാനി പാഠക്, ദേവി ചൗധരി എന്നീ ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭവാനി പാഠക്, ദേവി ചൗധരി സന്യാസി കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നെക്സ്റ്റ് വൺ, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നൾ ഹൈപ്പോത്തീസിസ് ഡിനോട്ടഡ് ബൈ H0. നൾ hypothesis is denoted by H0. Next one, which technique is generally followed when the population is finite? When population is finite ആണെങ്കിൽ എന്ത് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്? സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ടെക്നിക്ക്. സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ടെക്നിക്ക്. When true hypothesis is rejected, it is called type 1 error. When the true hypothesis is rejected, it is called type 1 error. When false hypothesis is accepted, it is type 2 error. Type 2 error. Next one, analysis of the fact based on the observation is termed as experimental analysis. Analysis of the facts based on observation is termed as experimental observations. Next one, state the one that is not related to statistical method. Not related to statistical method. ഏതാണ്? Expression of the data in terms of words. Expression of the data in terms of words. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ക്ലാസ്സുകൾ കാണുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എക്കണോമിക്സിന്റെ കുറെ നോട്ട്സുകൾ ഈ ക്ലാസ്സിലൂടെ നൽകിയിട്ടുണ്ട്. കൂടാതെ HSST ബേസിൽ നടത്തിയ ക്ലാസ്സുകളിൽ കുറെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുമുണ്ട്. നെറ്റ് സെറ്റ് പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഏത് വിദ്യാർത്ഥികൾക്കും തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടുന്നതാണ്. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.